പെട്ടെന്ന് എത്തുപോന്നുള്ളതാണ്. ഇപ്പൊ തന്നെ ലേറ്റ് ആയെന്ന് തോന്നുന്നു. വണ്ടിക്ക് അറിയാൻ വയ്യ, ഭയങ്കര മിസ്സിങ്. സുമതി വളവിനെ ഇത്രമേൽ ഭീതിദത്തമാക്കിയതിൽ പ്രധാന ഘടകം അവിടെ എത്തുമ്പോൾ വാഹനങ്ങൾക്കുണ്ടാകുന്ന നിഗൂഢമായ ബ്രേക്ക് ഡൌണുകളാണ്. രാത്രി കാലങ്ങളിൽ ഈ വളവിലെത്തുമ്പോൾ കാറുകളും ബൈക്കുകളും യാതൊരു കാരണവുമില്ലാതെ ഓഫായി പോകുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ ആ വനപാതയിലൂടെ യാത്ര ചെയ്യുന്നവർ പലരും പലപ്പോഴും വെള്ള വസ്ത്രം ധരിച്ച ഒരു സ്ത്രീരൂപത്തെ അവിടെ കണ്ടതായി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. റോഡരികിലെ മരക്കൂട്ടങ്ങൾക്കിടയിൽ നിൽക്കുന്നതായോ അല്ലെങ്കിൽ പെട്ടെന്ന് റോഡിന് കുറുകെ നടന്നു പോകുന്നതായോ ആയ രൂപം സുമതിയുടേതാണെന്ന് നാട്ടുകാർ വിശ്വസിച്ചു. ആരാണ് സുമതി? സുമതിയുടെ പ്രേതാത്മാവ് ഇവിടെ അലയുന്നത് എന്തിനാണ്? അതോ ഇതൊരു കെട്ടുകഥയാണോ? 1953 നടന്ന ദാരുണമായ ഒരു പാതിരാ കൊലപാതകത്തിന്റെ ചരിത്രത്തിലേക്ക് നമുക്ക് പോകാം. 1077 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ദാരുണമായ ഒരു കൊലപാതകം നടന്നു. എത്രയോ സ്ഥലങ്ങളിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഉള്ളത് സുമതി വളവിലാണ്. എല്ലാവർക്കും പേടി സ്വപ്നമായിരുന്ന, പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും ഒക്കെ പേടി സ്വപ്നമായിരുന്ന അതേ സുമതി വളവ്. പക്ഷെ ഇന്നത്തെ കാലത്ത് അത്രയും പേടി ഉണ്ടോ എന്ന് ചോദിച്ചാലില്ല. പല പ്രേതകഥകളും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും സുമതി വളവിനൊരു പ്രാധാന്യം, ഇത്രത്തോളം പ്രാധാന്യം വരാൻ കാരണം സംഭവ കഥയായതുകൊണ്ടാണ്. രത്നാകരൻ എന്ന് പറയുന്ന ഒരാൾ, അയാൾ വളരെ ധനാഢ്യനായിട്ടുള്ള ഒരാളായിരുന്നു. സുമതിയെ രത്നാകരൻ പ്രണയിക്കുകയായിരുന്നു. സുമതി ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, ഞാനൊരു പാവപ്പെട്ട വീട്ടിലെ സ്ത്രീയാണ്, ഒരിക്കലും നമ്മൾ തമ്മിലുള്ള വിവാഹം നടക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. പക്ഷെ രത്നാകരൻ അത് അനുവദിച്ചില്ല. എന്ത് തടസ്സമുണ്ടായാലും ഞാൻ സുമതിയെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ തമ്മിൽ ഈ ഒരു ബന്ധം തുടരുന്നത്. കുറേ വർഷങ്ങൾ അങ്ങനെ പോയി. സുമതി ഗർഭിണിയാകുകയാണ്. സുമതിക്ക് അന്ന് 20 വയസ്സ് പ്രായമേ ഉള്ളൂ. അപ്പൊ ഇത് രത്നാകരന്റെ വീട്ടുകാർ ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ട് പറഞ്ഞു, പെട്ടെന്ന് തന്നെ ഈ ബന്ധം ഒഴിവാക്കുക, ഇനി ഈ ബന്ധം തുടരാൻ പറ്റില്ല. ഒന്നുകിൽ നീ സുമതിയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നീ വീടിന് പുറത്തു പോകും, അല്ല നിനക്ക് ഒരിക്കലും അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ രത്നാകരന്റെ ഈ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളും ഇതൊന്നും കളഞ്ഞിട്ട് ഈ പെൺകുട്ടിക്ക് വേണ്ടി പോകാനായിട്ട് രത്നാകരൻ ഒരിക്കലും സമ്മതിച്ചിരുന്നില്ല, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് സമ്മതിച്ചിരുന്നില്ല. ഇഷ്ടമൊക്കെ അവരോടുണ്ടായിരുന്നെങ്കിൽ പോലും, അതായത് സുമതിയെ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള ഒരു പ്ലാനിങ്ങിലേക്ക് വന്നു രത്നാകരൻ. ഈ ഗർഭാവസ്ഥയിലുള്ള സുമതിയോട് പറഞ്ഞു, നമുക്ക് ഇപ്പം കല്യാണത്തിന് മുമ്പുള്ള ഗർഭമൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കാം എന്ന് പറഞ്ഞിട്ടൊന്നും സുമതി വഴങ്ങിയില്ല. അങ്ങനെ പാങ്ങോടുള്ള മധുര ദേവീക്ഷേത്രത്തിന്റെ ഉത്സവമായിരുന്നു ആ ഒരു ദിവസം. അന്ന് രത്നാകരൻ സുമതിയോട് പറഞ്ഞു, ഞാൻ കാറുമായിട്ട് വരാം, നമുക്ക് ഉത്സവത്തിന് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അവർ സമ്മതിച്ചു. അപ്പോൾ രാത്രിയാണ് രത്നാകരന്റെ കൂട്ടുകാരനായ രവീന്ദ്രനും കൂടി കാറുമായിട്ട് വന്നു. ഇവിടെ നമ്മൾ ഈ കാണുന്ന സുമതി വളവിന്റെ തൊട്ടടുത്ത് ഒരു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് ഉണ്ട്. അതിന്റെ കുറച്ച് മാറിയിട്ട് ഈ വണ്ടി നിർത്തിയതിനു ശേഷം ഒരു ഇടവഴി അകത്തേക്കുള്ള ഈ കാടിന് അകത്തൂടുള്ള ഒരു ഇടവഴിയിലൂടെ ക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു. കാരണം മറ്റുള്ളവർ കാണും, അതുകൊണ്ട് നമുക്ക് ഈ ഒരു വഴി തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞു. സുമതി സമ്മതിച്ചു. ഈ വഴി തന്നെ കയറിപ്പോയി. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഈ രത്നാകരനും രവീന്ദ്രനും ചേർന്ന് ഗർഭിണിയായ 20 വയസ്സുള്ള ആ പാവം സ്ത്രീയെ കഴുത്തറുത്ത് കൊല്ലുന്നത്. അപ്പോൾ അവർ പിടഞ്ഞു വീട് മരിക്കുന്നു. പിറ്റേ ദിവസമോ മറ്റോ ആണ് വിറക് ശേഖരിക്കാൻ വന്ന സ്ത്രീകളാണ് ഇങ്ങനൊരു ശവശരീരം അവിടെ കിടക്കുന്നത് കണ്ട് പുറത്ത് ആൾക്കാരോട് പറയുന്നു. പിന്നീട് കേസെടുത്തു. ഇവരെ 2 പേരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ചരിത്രം എന്ന് പറയുന്നത്, സുമതിയുടെ ജീവിതത്തിൽ സംഭവിച്ച ചരിത്രം. പിന്നീട് കാലം കുറേ ദിവസങ്ങൾക്കകം തന്നെ ഇതുവഴി വരുന്ന ആൾക്കാരൊക്കെ സുമതിയുടെ പ്രേതാത്മാവിനെ കാണാൻ തുടങ്ങുകയും പിന്നീട് വരുന്ന വാഹനങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ ബ്രേക്ക് ഡൗൺ ആവുന്നു, പഞ്ചറാകുന്നു, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകുന്നു. സുമതിയെ കണ്ടവരുണ്ട്. അങ്ങനെ ഈ സുമതി വളവ് വളരെ പ്രശസ്തമായി ആ ഒരു കാലത്ത് വാമൊഴിയായി പ്രചരിച്ചിരുന്നെങ്കിലും ഇന്ന് സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഇപ്പോഴും സുമതി നമ്മുടെ മനസ്സിലൊക്കെ ജീവിച്ചിരിക്കുന്നു. സുമതി വളവ് എന്ന സിനിമയാണ് സുമതി വളവ് സന്ദർശിക്കാൻ പ്രചോദനമായത്. എന്നാൽ സിനിമയും യഥാർത്ഥ കഥയുമായി വലിയ ബന്ധമൊന്നുമില്ല. ആ ഒരു ടൈറ്റിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നത് മാത്രമാണ്. അങ്ങനെ ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് പോകുന്ന ഒരു ദിവസം ഇതുവഴി ഞങ്ങൾ തിരഞ്ഞെടുത്തു. കാരണം ഇലക്ഷന്റെ കൊട്ടിക്കലാശത്തിന്റെ തലേ ദിവസം, അല്ലെങ്കിൽ ഇലക്ഷൻ കൊട്ടിക്കലാശം നടക്കുന്ന ദിവസം ആയതുകൊണ്ട് തന്നെ MC റോഡിൽ വലിയ തിരക്കായതുകൊണ്ട് ആ റോഡ് ഒഴിവാക്കി ഞങ്ങൾ സുമതി വളവ് വഴി പോകാൻ തീരുമാനിച്ചു. കൂട്ടിന് വ്ളോഗേഴ്സായ അമലും ബിനീഷയും ഉണ്ടായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ കിഴക്കൻ മലയോര മേഖലയിലാണ് ഈ വിചിത്രമായ പേരുള്ള സുമതി വളവ് സ്ഥിതി ചെയ്യുന്നത്. തലസ്ഥാന നഗരിയിൽ നിന്ന് ഏകദേശം 45 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം. കൃത്യമായി പറഞ്ഞാൽ തിരുവനന്തപുരം കല്ലറ പാലോട് റോഡിൽ ഭരതന്നൂർ കഴിഞ്ഞ് പാലോട്ടേക്ക് പോകുന്ന വനപാതയിലാണ് ഈ സ്ഥലം. 3 സ്ഥലങ്ങളാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. 1 സുമതി വളവ്, 2 ആ ഫോറസ്റ്റ് ഓഫീസ്, 3 ക്ഷേത്രം, അതായത് ഉത്സവത്തിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ആ ക്ഷേത്രം. അപ്പൊ നമുക്ക് ഇവിടെയൊക്കെ എത്തുമ്പോൾ കൂടുതൽ അറിവുകളാണ് ലഭിക്കുന്നത്.
ഈ കിട്ടിയ അറിവുകളും വെച്ച് നമ്മൾ ആ ക്ഷേത്രത്തിന്റെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു റിട്ടയർഡ് SI അദ്ദേഹം ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഞങ്ങൾ കേട്ടിരുന്നത് ഉത്സവത്തിന് കൊണ്ടുവരുന്ന വഴിയിലാണ്, അതായത് ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പാണ് ഈ കൊലപാതകം നടക്കുന്നത് എന്നാണ്. എന്നാൽ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ല. ഉത്സവം കണ്ടു മടങ്ങുന്ന വഴിയിലാണ് ഈ ദാരുണമായ അന്ത്യം സംഭവിച്ചത്. കൊലയാളിയായ രത്നാകരന് ഈ വനപ്രദേശത്തെക്കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു. കാരണം അദ്ദേഹം കാരേറ്റുള്ളവരാണ് ഇവരൊക്കെ. അത് സുമതിക്ക് ലഭിച്ച ഒരു നീതിയായി നമുക്ക് കരുതാം. കൊടും വനമെന്ന് കരുതി അവർ മൃതദേഹം ഉപേക്ഷിച്ചത് കാടിനുള്ളിലെ തന്നെ ഒരു നടപ്പാതയ്ക്കരികിലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് തൊട്ടടുത്ത ദിവസം തന്നെ ആ ശരീരം പുറം ലോകം കണ്ടത്. അല്ലെങ്കിൽ ഒരു പക്ഷേ കാട്ടുമൃഗങ്ങൾ കവർന്നെടുക്കുകയോ അല്ലെങ്കിൽ ആരും അറിയാതെ അവിടെ കിടന്ന് ജീർണിച്ചു പോവുകയോ ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ ആ സത്യം എന്നേക്കുമായി അവിടെ കുഴിച്ചു മൂടപ്പെട്ടേനെ. ഈ നൂറ്റാണ്ടിലും ഈ യക്ഷിക്കഥയുടെ പ്രസക്തി എന്താണ്? സുമതി വളവിനെ സുമതി വളവാക്കി നിലനിർത്തിയത് കൊണ്ട് എന്തു പ്രയോജനമാണുള്ളത്? കേവലം 20 വയസ്സുള്ള പൂർണ്ണ ഗർഭിണിയായ ഒരു യുവതിയെ അതിക്രൂരമായി ശിരസ് ഛേദിച്ച് കൊലപ്പെടുത്തിയ ഇടം, പ്രണയഭംഗത്തിന്റെ ഒരു നേർക്കാഴ്ച, സ്വർണത്തിനും സ്വത്തിനും വേണ്ടി ജീവതുല്യം സ്നേഹിച്ച തന്റെ പ്രണയിനിയെ, സ്വന്തം കുഞ്ഞിനെ ഒരു നിമിഷം മറന്ന ഒരു നരാധമന്റെ യഥാർത്ഥമായ ജീവിതകഥ കാലങ്ങൾക്കിപ്പുറവും നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചത് ആ യക്ഷിക്കഥയാണ്. അല്ലെങ്കിൽ എന്നേക്കുമായി അത് ജനമനസ്സുകളിൽ നിന്നും സാധാരണ കഥകൾ മാഞ്ഞു പോകുന്നത് പോലെ മറഞ്ഞു പോയേനെ. സുമതിയുടെ ആത്മാവ് വാഹനങ്ങൾ തടയുന്നതാണെന്ന് പലരും വിശ്വസിക്കുമ്പോഴും ഇതിനു പിന്നിൽ വ്യക്തമായ ഒരു ഭൂമിശാസ്ത്രപരമായ ഒരു കാരണം കൂടി നമുക്ക് പറയാം. ഈ പാതയിലെ S വളവ് വരുന്നത് കുത്തനെയുള്ള കയറ്റത്തിലാണ്. ദൂരെ നിന്ന് നോക്കിയാൽ പോലും ഈ കയറ്റം പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടില്ല. സാധാരണ ഗിയറിൽ ആത്മവിശ്വാസത്തോടെ ഇവിടെ വരുന്ന ഡ്രൈവർമാർ പെട്ടെന്നുണ്ടാകുന്ന കയറ്റം കണക്ക് കൂട്ടുന്നതിൽ പരാജയപ്പെടുന്നു. കൃത്യസമയത്ത് ഗിയർ ഡൗൺ ചെയ്തില്ലെങ്കിൽ വാഹനം അവിടെ വെച്ച് ഓഫായി പോകും. കൊടുങ്കാട്ടിനുള്ളിൽ സുമതിയുടെ കഥകൾ ഓർമ്മയിലുള്ള ഒരാളുടെ വണ്ടി ഇങ്ങനെ പെട്ടെന്ന് ഓഫായാൽ സ്വാഭാവികമായും അയാൾ പരിഭ്രാന്തനാകും. പിന്നീട് വണ്ടി സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന പരിഭ്രമം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കും. പരിഭ്രാന്തമായ മാനസികാവസ്ഥയും റോഡിന്റെ ആ ഒരു ഘടനയും ചേർന്ന് യക്ഷിക്കഥകളെ ശരിവെക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകും. ഇനി മറ്റൊരു കാഴ്ച, റോഡരികിൽ കണ്ട ഒരു ബോർഡ്, അതായത് ഈ സ്ഥലത്ത് തന്നെ കാണുന്നതാണ്. ഈ വളവില് ഇവിടെ ടയർ വർക്കുകൾ ചെയ്തു കൊടുക്കപ്പെടും അല്ലെങ്കിൽ പഞ്ചർ ഒട്ടിച്ച് കൊടുക്കപ്പെടും എന്നുള്ളൊരു ബോർഡ്. സുമതിയുടെ ആത്മാവ് വണ്ടി തടയുന്നു എന്ന് വിശ്വസിക്കുന്നവർക്കിടയിൽ വണ്ടി പഞ്ചർ ആയാലും ബ്രേക്ക് ഡൗൺ ആയാലും അത് നന്നാക്കാൻ അവിടെ തന്നെ സംവിധാനമുണ്ട് എന്നത് ഗൗരവകരമായ അന്തരീക്ഷത്തിൽ ചെറിയൊരു ചിരി പടർത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആകുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ പഞ്ചർ ആകുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ബോർഡ്. സുമതി വളവിലൂടെയുള്ള യാത്രകളിൽ ഓർക്കുക, സുമതി ഒരുപക്ഷെ നിങ്ങൾക്ക് മുന്നിലെത്തിയേക്കാം, ഒരു യക്ഷിയായല്ല, തീർത്താൽ തീരാത്ത നൊമ്പരമായി.